നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ വലിയൊരു മാമാങ്കം കഴിഞ്ഞു അല്ലേ? ശരിക്കും മടുത്തു ഇരുന്നിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോവാന്നുള്ളായിരുന്നു നാട്ടിലേക്ക്. അയ്യോ, ഇന്നിനി ഞാൻ ഒന്നിനുമില്ല. അത്രയ്ക്ക് വയ്യാതായി എനിക്ക്. അല്ലടോ, വെറുതെ വർത്താനം പറഞ്ഞ് വണ്ടി ഓടിച്ചു പോയാ നാളത്തെ ദിവസം ലാഭിക്കാം നമുക്ക്. അപ്പം അടുത്തോന്ന് പറഞ്ഞതോ? അത് വെറുതെ ആണല്ലേ? ഹേയ്, അങ്ങനെയല്ല. കൂടെയുള്ള ആളൊന്ന് ഉത്സാഹിച്ചാൽ എത്ര മടുപ്പാണെങ്കിലും നമുക്കൊരു ഊർജം കിട്ടില്ലേ, ഒരു പോസിറ്റീവ് എനർജി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നതേ നമുക്ക് ആ പൂജയ്ക്ക് പോണ്ടായിരുന്നോന്നാ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവിടെ ചെന്നപ്പോ മുതല് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി പോലെ. പക്ഷെ എനിക്ക് തോന്നിയില്ലല്ലോ. എനിക്ക് തോന്നി. ആ വീട് തന്നെ നമുക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നത് പോലെ ഉണ്ടായിരുന്നു. വീട് ഗൂഢാലോചന നടത്തുകയോ? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ അങ്ങനെ ഒരു ഡയലോഗ്. തമാശ അല്ല, സത്യം. അതിനുള്ളിലിരുന്ന് ആരോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. ആണോ? പക്ഷേ എനിക്ക് ആകെ ഒരു കുറ്റം തോന്നിയത് നാഥൻ സാറിന്റെ ആബ്സൻസ് മാത്ര. അവര് ക്ഷണിച്ച ഒരു ആവശ്യത്തിന് നമ്മൾ ചെന്നിട്ട് അവിടെ ജോലിക്കാരി മാത്രം നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. വേണ്ടപ്പെട്ട ആരും കാത്തിരിക്കാതെ അവഗണിച്ചൊരു ഫീൽ. ചിലപ്പോ അതായിരിക്കും തനിക്കും തോന്നിയൊരു നെഗറ്റീവ് എനർജി. ആണോ എന്തോ, എനിക്ക് തീർച്ചയില്ലതാണോന്ന്. എന്താ എന്തുപറ്റി? അതൊരു പല്ലിയല്ലേ? പല്ലിയാ? ചെറുപ്പം തൊട്ടേ എനിക്ക് പല്ലിയെ പേടിയാ. അതെ, ഒരു മിനിറ്റേ, താൻ അനങ്ങരുത്. എന്താ? താൻ അനങ്ങരുതെന്ന്. ഐ എം സോറി, കാലം സ്ലിപ്പായി പോയി. സത്യമായി സ്ലിപ്പായി പോയതാ. എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ അമ്മയാണ് സത്യം. ഒരു ദുരുദ്ദേശമില്ലായിരുന്നു. പിന്നെ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എത്ര വീഴാൻ പോയാലും നമ്മൾ ആരുടെയും ദേഹത്ത് കയറി പിടിക്കില്ല. ഞാൻ പല്ലിയെ കണ്ടിട്ട് താൻ പേടിക്കണ്ടെന്ന് കരുതി തട്ടിക്കളെ നോക്കിയതാ. ഒരു പല്ലിയില്ല, വെറുതെ പറയരുത്. തന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്, നോക്കിയാ മതി. ഹലോ. സോറി, ഞാൻ അറിയാതെ. അറിയാതെയോ? താനിത് മനഃപൂർവ്വം ചെയ്തല്ലേ എന്റെ ദേഹത്തോടെ? വെറുതെ ഓരോന്നും പറയല്ലേ, ഞാൻ പേടിച്ചിട്ടാ. അങ്ങനെ പേടിച്ചാലൊന്നും ആരും ആരുടെ ദേഹത്തൊന്നും കയറി പിടിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.